അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ മലേഷ്യക്കാർ അല്ല എന്നുള്ള കാര്യവും എല്ലാം പിന്നെ പൊളിഞ്ഞു വീഴുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു കഥ കൂടി നമ്മുടെ ശ്രുതിക്ക് ഇപ്പോൾ അടച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്ര ആണെങ്കിലോ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇനി ഒരിക്കലും ശ്രുതിയും സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയാം. അപ്പോൾ കലാവതി മുത്തശ്ശിയാണെങ്കിലോ ഇനി പ്രശ്നങ്ങളൊന്നും പാടില്ല, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു തീർക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. പക്ഷെ മുത്തശ്ശി പോയതിനു ശേഷം നമ്മുടെ ചന്ദ്ര ശ്രുതിയെയും കൂടി പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ മുത്തശ്ശി പോയതിന് ശേഷം നമ്മൾ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയും അകറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയോട് ഇനി ഷോപ്പിലേക്ക് പോകേണ്ടതെന്ന് കട്ടായിട്ട് നമ്മുടെ ചന്ദ്ര പറയണ്ടോ, എൻ്റെ മകൻ്റെ കൂടെ നീ നിൽക്കണ്ട, കഴിവുണ്ട്, അവൻ ഒറ്റയ്ക്ക് ചെയ്തോളൂ പറയാം കേട്ടോ. ഇത്രയായപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായി, എന്നെ കരയിപ്പിച്ചാൽ നിങ്ങളെ ഞാൻ അതിലും കൂടുതൽ കരയിപ്പിക്കുമെന്നും മനസ്സിൽ പറഞ്ഞിട്ട് ശ്രുതി പ്രതിജ്ഞ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിലിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് സംഭവിക്കുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഓട്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ അനിയത്തിയുടെ പിന്നാലെ നടക്കുന്ന ഒരു ചെക്കനില്ലേ, ആ ചെക്കനെ കാണുകയാണ്. ആ ചെക്കനാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഹായ് സച്ചിയേട്ടെന്ന് വിളിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ സച്ചി ആണെങ്കിൽ നീയാണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്നുകൊണ്ട് മിഠായി കൊടുക്കാനുണ്ട്. അപ്പോൾ സച്ചി പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവരെങ്ങനെയെങ്കിലും സംസാരിക്കുകയാണേ. അപ്പോൾ സ്വീറ്റ്സ് കഴിച്ചതിന് ശേഷം ഒന്നുകൂടെ എടുക്കുക സച്ചേട്ടാന്ന് പറയണം. അയ്യോ അധികം മധുരം കഴിച്ചാലേ എൻ്റെ ഭാര്യ എന്നെ ചീത്ത പറയും, എങ്ങനെ ഷുഗർ വന്നാലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിക്കുള്ളൂ എന്ന് പറയണേ. അതിരിക്കട്ടെ, നിനക്ക് പ്രണയം വല്ലതും സെറ്റായോ? പിന്നെ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, ഏതായാലും അതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണേ. ഈ സമയത്ത് സച്ചി പറയണേ, എടാ കല്യാണം കഴിഞ്ഞ പെണ്ണൊന്നും അല്ലല്ലോ അല്ലേ, എൻ്റെ ഭാര്യയുടെ പിന്നാലെ വരെ നീ നടന്നു, അങ്ങനത്തെ അബദ്ധം നീ കാണിക്കില്ലല്ലോ എന്നും അവളതും പറഞ്ഞ് എന്നെ ചീത്ത പറയാണ്. അപ്പോൾ ഇവൻ പറയാണ്, ഇങ്ങനെയൊന്നുമല്ല, കല്യാണം കഴിയാത്തൊരു പെണ്ണാണ്. അങ്ങനെ ലവ് അഡ്വൈസൊക്കെ നമ്മുടെ സച്ചി കൊടുക്കുകയാണ് നമ്മുടെ ഈ ചെക്കന്. അപ്പോൾ മലയാളത്തിൽ ഈ ചെക്കൻ്റെ പേരെന്തെന്നറിയില്ല, തമിഴിലും എൻ്റെ പേര് മുരുകൻ എന്നാണ് കേട്ടോ. അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി അമ്മയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും പൂക്കട നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി അമ്മയോട് പറയണ, അമ്മേ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും വലിയ നുണയൊക്കെയാണ് ശ്രുതി പറഞ്ഞു വിട്ടത്. അപ്പോഴേക്കും അമ്മ ചോദിക്കുക, എടി ഇത്രയും വലിയ നുണ പറയുന്നു, എൻ്റെ പൊന്നു മോളെ ഇങ്ങനെയൊക്കെ മനുഷ്യന് പറയാൻ പറ്റുമോ? പിന്നല്ലാതെ ഏകദേശം 2 വർഷമായിട്ട് പറയുന്നത് മുഴുവൻ നുണയായിരുന്നു അമ്മേ. അല്ല അവർ പൈസക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നമ്മേ, അമ്മാവും പോലും ഇളയച്ചം അവരെല്ലാവരും കൂടി ഫേക്കാണെന്നുള്ളത് മനസ്സിലായില്ലേ? അമ്മാവിനെ കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ പാവപ്പെട്ട ഒരു പെണ്ണാണ് ശ്രുതി. ഇതേട്ടാ അമ്മ പറയണോ, അങ്ങനെയാണോ? അപ്പോൾ പിന്നെ നിൻ്റെ അമ്മായിയമ്മ ഒന്നും ചെയ്ത് നിന്നെ തന്നെ ഇട്ടാവട്ടം കറക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും അവൾ വെറുതെ വിട്ടിട്ടുണ്ടാവില്ലല്ലോ. ഇല്ലമ്മേ വെറുതെ വിട്ടില്ല, അതല്ലേ ഞാൻ പറഞ്ഞത്, കഴുത്തിന് പിടിച്ച് പുറത്താക്കി. പിന്നെ കലാവതി മുത്തശ്ശി വന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് സോൾവ് ആക്കി മാറ്റിയത്. ഇപ്പോഴും അമ്മ ക്ഷമിക്കാൻ തയ്യാറൊന്നുമല്ല. ഇനി മാത്രമല്ല ഇനി സുധിരോട് കടയ്ക്ക് പോകണ്ടെന്ന് വരെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുധിയുടെ അവസ്ഥ പാവം വളരെ മോശമായിരിക്കും. അല്ലടി ഇനിയിപ്പോൾ വർഷയും ഫേക്കായിരിക്കുമോ? അപ്പോൾ രേവതി പറയാം, ഇല്ലമ്മേ വർഷ ശരിക്കും നല്ല പൈസക്കാർ തന്നെയാണ്, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന പെൺകുട്ടിയല്ലേ. എന്തായാലും വർഷ നല്ല പെൺകുട്ടിയാണ്, അവൾ നിന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രുതിയാണ് എപ്പം നമ്മൾ വന്നാലും നമ്മളെ തരം തഴിച്ച് സംസാരിക്കാറുള്ളത്. അമ്മായിയമ്മയുടെ കൂടെ ചേർന്നിട്ട് നിന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തില്ലേ, എന്നിട്ട് ഇതുപോലെ നുണയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ മോളെന്ന് പറയണേ. എന്ത് പറയാനാ അമ്മേ, അവർക്കുള്ളത് ദൈവം കൊടുക്കുമല്ലേ, നമ്മളിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറയണേ. ഈ സമയത്ത് ദേവോടും ചോദിക്കുമ്പോൾ ദേവ് അമ്പലത്തിനകത്തൊരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. കൂട്ടുകാരുടെ ഒപ്പം ഉള്ളിൽ കയറി പോയിരിക്കുകയെന്ന് പറഞ്ഞേ. എങ്കിൽ പിന്നെ ഞാൻ ദേവുവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ചെല്ലിടും. അപ്പോൾ ദേവുവിനെ കാണിക്കണം. ദേവു ആണെങ്കിലോ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. പെട്ടെന്ന് ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ, അപ്പോൾ അരുണും ദേവും തമ്മിൽ പ്രണയത്തിലാണല്ലോ. അപ്പോൾ അരുൺ പറയാം, ഹായ് ദേവു എന്ന് പറയണേ. അപ്പോൾ അവളെ വിളിച്ചൊരു മറയിലേക്ക്, എൻ്റെ പൊന്നരുൺ എന്തിനാണ് ഇവിടേക്ക് വന്നത്, എൻ്റെ ചേച്ചി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അമ്മയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ കടയിലുണ്ട്, ഇവിടെ നിൽക്കേണ്ട പൊക്കോന്ന് പറയണേ. അപ്പോൾ ഇവൻ പറയണം, ഇതേ അമ്പലം പൊതുസുത്താണ്, തന്നെ കാണാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഭഗവാനെയും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ദേവ് പറയാം, ദേവി ഇതിട്ടൊന്ന് ഞാൻ എൻ്റെ അമ്മയോട് നമ്മുടെ കാര്യം ഒന്ന് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് മതി, കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ട് മതി ഇങ്ങനത്തെ കാഴ്ചയൊക്കെ, എനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഇപ്പോഴേ ധൃതി പിടിക്കുന്നത്? മാത്രമല്ല എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നമാവും. അത്ര പ്രശ്നക്കാരാണോ അവർ? അല്ല, അവർ വേഗം കല്യാണം നടത്താനേ നോക്കുള്ളൂ. എങ്കിൽ പിന്നെ ഞാൻ അവരെ നേരിട്ട് കാണാം, എന്നിട്ട് ഞാൻ നമ്മുടെ കാര്യം അങ്ങ് പറയാമെന്ന് പറയണേ. ഈ സമയത്ത് ദേവ് പറയാണ്, ഞാൻ കൈകാലം പിടിക്കാം, ഒന്ന് പോയി തരുമെന്ന് ചോദിക്കുകയാണ്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി ആണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ദേവുവിനെ കാണുകയാണ് കേട്ടോ. അരുൺ പോയത് രേവതിയുടെ അടുത്തേക്ക് ദേവ് വരികയാണ്. എന്നിട്ട്
നീ എന്താ ഇവിടെ നിൽക്കുന്നത്, നീ കൂട്ടുകാരോട് സംസാരിച്ചിട്ട് എന്നിട്ട് എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്. ദേ പറയാം കൂട്ടുകാരൊക്കെ പോയി ചേച്ചി, ചേച്ചി പോന്നു, ദേ ഇപ്പം ഞാൻ വന്നതേ ഉള്ളൂ എന്ന് പറയണേ. അങ്ങനെ നേരെ അമ്പലത്തിനകത്തേക്ക് ചേച്ചി അനിയത്തേക്ക് കയറി പോകണേ. ഭാഗ്യത്തിന് ദേവുവിൻ്റെ ലവറെ നമ്മുടെ രേവതി കണ്ടില്ല. അപ്പോൾ അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചിയാണെങ്കിലും ആ മുരുകനായിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്, അർച്ചനയൊക്കെ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. പ്രണയം സക്സസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിപ്സൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സച്ചി അവിടെ വരുമ്പോഴേക്കും ഈ മുരുകനാണെങ്കിലും ട്രാഫിക് പോലീസുകാരനായിട്ട് പരിചയമുണ്ട്. ഇയാളെ കണ്ടപ്പോൾ ഹായ് സാർ സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഇദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അവിടെ അർച്ചന ചെയ്താൽ പെട്ടെന്ന് ലവ് സക്സസ് ആവുന്ന സാറിൻ്റെ ലവ് സക്സസ് ആയോ, എൻ്റെ ലവ് ഒക്കെ സക്സസ് ആയിടോ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയും, ഇവനെയൊക്കെ ആര് ഭ്രമിക്കാനാ, പ്രേമിച്ച പെണ്ണിൻ്റെയൊക്കെ അവസ്ഥയാണ്, തനിക്ക് ഭയങ്കര അഹങ്കാരമെന്ന് പറയണം. അപ്പം മുരുകൻ പറയേ അങ്ങനെയൊന്നുമില്ല, സാറ് ഭയങ്കര കമ്പനിയാണ്, ഡ്യൂട്ടി സമയത്ത് മാത്രം ഡ്യൂട്ടി കറക്റ്റായിട്ട് നോക്കും, അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന അരുണിന് കുറച്ചുകൂടി ദേഷ്യം നമ്മുടെ സച്ചിയോട് വരികയാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ അരുണിന് കുറച്ചുകൂടി ദേഷ്യം നമ്മുടെ സച്ചിയോട് വരാനുണ്ടോ. അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചി അതുപോലെ തന്നെ മുരുകനും കൂടി അകത്തേക്ക് ചെല്ലാനുണ്ടോ. അവിടെ നമ്മുടെ രേവതി നിൽക്കുകയാണ്. രേവതി കണ്ടതും മുരുകൻ ടെൻഷനാവും കേട്ടോ. അപ്പോൾ രേവതി പറയാം, ഇവനെ കൊണ്ടുവന്ന് ഇവിടെ എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ, ഞാൻ സച്ചിയേട്ടൻ പറഞ്ഞിട്ട് വന്നതാ, ഇവിടെ വന്ന് എന്തോ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ലവ് സക്സസ് ആവുമെന്നാണ് പറഞ്ഞത്, ഞാനൊരു പെൺകുട്ടിയോട് ലവ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശേഷ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ലവ് സക്സസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴേക്കും ദേവു പറയാണ്, ഈ ദേവു ഇതാരെന്ന് മനസ്സിലായോ, എന്നെ ഇങ്ങനെ പ്രണയത്തിന് ചേട്ടൻ ടിപ്പ് കൊടുത്ത് എന്നെ കല്യാണം കഴിച്ച് ചെക്കനില്ലേ അതാണ്. ഓ ഇതായിരുന്നോ നിങ്ങളുടെ സച്ചേട്ടന് കൂടുതൽ ടിപ്പ് കൊടുത്ത് ചേച്ചിക്ക് എന്നെ പണിയിട്ടില്ലേ. അപ്പോഴേക്കും ചേച്ചി മുരുകൻ പറയാം, അയ്യോ സത്യമായിട്ടാ സച്ചേട്ടൻ്റെ ഭാര്യയാണ് ചേച്ചിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ചേച്ചി കല്യാണം കഴിച്ചാണെന്ന് എനിക്ക് തോന്നിയില്ല, കല്യാണം കഴിക്കാത്ത പെണ്ണ് തന്നെയാണ്, അപ്പോൾ ഞാൻ ഈ തെറ്റിനെ ആവർത്തിക്കില്ല ചേച്ചി എന്ന് പറയുകയാണ്. എന്തായാലും അമ്പലത്തിൽ വന്നതല്ലേ പൂജയൊക്കെ ആ പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് പോകുമെന്ന് പറയണം. എന്നിട്ട് രേവതി സച്ചിയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എന്നോടൊന്ന് സ്നേഹത്തോടു കൂടി അവനൊരു ടിപ്പ് ചോദിച്ചു. ഞാൻ അവനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ടിപ്പ് കൊടുത്തത്, ഞാനത് ചെയ്ത് കൊടുക്കേണ്ടത്, ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹെൽപ്പ് കൊടുത്തിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ രേവതി പോകണ്ടോ. അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുധിയെ കാണിക്കണം. സുധിയാണെങ്കിൽ ഷോപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ സുധിയുടെ ഓർമ്മകളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുധി അവിടെ നിൽക്കുന്നു, സുധി സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഓർമ്മ വരികയാണ്. ആ സമയത്ത് ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വരികയാണ്. അയാൾ പറയണം, സാർ നിങ്ങൾ ശ്രുതി മാഡത്തിൻ്റെ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, ഞാൻ അവരുടെ ഹസ്ബൻഡാണ്, നിങ്ങളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി അവരെടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോഴാണ് സാങ്ഷനായി കിട്ടിയതെന്ന് പറയണേ. എന്നിട്ട് പേപ്പർ കൊടുക്കുക. അപ്പോൾ ശ്രുതി എത്രത്തോളം തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് ശ്രുതിക്ക് തോന്നുകയാണ് കേട്ടോ. അടുത്തായിട്ടൊരു പൂജാരി വരികയാണ്. നിങ്ങളുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞില്ലായിരുന്നു, ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ ശ്രുതി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ പൂജ സാധനങ്ങളായിട്ടാണ് ഞാൻ വന്നത്, ആ പെൺകുട്ടിയോട് പറഞ്ഞേക്കും ഇനി ഒരു പ്രശ്നങ്ങളും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ സാധനങ്ങളും കൊടുത്തിട്ടൊന്ന് പോവാണ്. അപ്പോൾ ശ്രുതി എല്ലാം അതിങ്ങനെ ശ്രുതിയെ മിസ് ചെയ്യേണ്ട. ആ സമയത്ത് ശ്രുതിയുടെ സ്റ്റാഫുകൾ വരുന്നുണ്ട്. സ്റ്റാഫുകൾ പറയുന്നത്, നിങ്ങളെന്താ ഇത്ര വൈകിയത്, മാഡം പറഞ്ഞിട്ടോ, എന്തിന്, ദേ നമ്മുടെ കടയെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസ് അച്ചടിച്ച് വന്നിട്ടുണ്ട്, എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് മാഡം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സെയിൽസ് കൂടും സാർ, മാഡത്തിൻ്റെ ഐഡിയ അടിപൊളിയാണ്. ഈ സമയത്ത് ശ്രുതിക്ക് മനസ്സിലാവുകയാണേ ശ്രുതിയെ നന്നായിട്ട് ശ്രുതി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിയെ കാണിക്കാൻ, ശ്രുതിയാണെങ്കിലോ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം മീര വിളിക്കുകയാണ്. മീരയോട് പറയണേ, എൻ്റെ അവസ്ഥ ആകെ വഷളാടി, ആ തള്ളേനെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല, സുധിയുടെ കൂടെ ഷോപ്പിലേക്ക് പോകാൻ കൂടെ സമ്മതിക്കുന്നില്ല, രേവതിയുടെ കൂടെ മിക്കവാറും എന്നെ അടുക്കളക്കാരിയേക്ക് മാറ്റും, അതിനു മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് പറയണേ. ഈ സമയത്ത് മീര പറയാണ്, നിന്നോട് എങ്ങനെയാണ് ക്ഷമിക്കുക, അത്രയും വലിയ കള്ളത്തരങ്ങളല്ലേ നീ പറഞ്ഞത്, കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ ചുമ്മാ പറ്റിക്കായിരുന്നില്ലേ, അതിരിക്കട്ടെ നിൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, നിനക്ക് സപ്പോർട്ടാണോ. ഈ സമയത്ത് ശ്രുതി പറയാം, അവനെ എനിക്ക് സപ്പോർട്ടാണെങ്കിൽ ഞാൻ പിന്നെ ഈ തള്ളെ മൈൻഡ് ചെയ്യുമോ, അവനെനിക്ക് സപ്പോർട്ടൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട് നിൽക്കുന്നത്, പക്ഷേ എന്തായാലും എന്നെ കരയിപ്പിച്ച് നല്ലൊരു പണി ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറയണേ. അപ്പോൾ ഈ സമയത്ത് മീര പറയണേ, ഇപ്പം കയറി എടുത്ത് ചാടുമൊന്നും വേണ്ട, കുറച്ച് സാവകാശം കൊടുക്കുക, നിൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിനക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ എന്ന് പറയണേ. ഈ സമയത്ത് മീരയുടെ കോൾ വരികയാണ്. ശരി, ആരോ മീരയുടെ കോളിംഗ് ബെൽ അടിക്കാണ്ടോ. എന്നിട്ട് മീര പോയിട്ട് വാതിൽ തുറക്കണം നോക്കും. മുരുകനാണ്, നേരത്തെ പറഞ്ഞില്ലേ സച്ചി അഡ്വൈസ് കൊടുത്ത മുരുകൻ. അപ്പോൾ അവൻ സ്നേഹിക്കുന്ന മീരയാണ്. മീരയ്ക്ക് കേക്കൊക്കെ ആയിട്ടാണ് അവൻ വന്നത്, എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലെന്ന് ചോദിക്കണം. അപ്പോൾ മീര പറയാം, ഇതെന്താ, ഞാൻ വിചാരിക്കുകയായിരുന്നു എത്രയായി ഇപ്പം കണ്ടിട്ട്, ഇന്നെന്താ വൈകി പോയേ, അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ വരുന്ന ആളല്ലേ, പിന്നെ അതെന്താ അങ്ങനെയെന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എന്താ കേക്ക് ബോക്സൊക്കെ ആയിട്ട് വരുന്നത്, ബർത്ത്ഡേ വലുതാണോ, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയണേ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക്
വിഷയമാണ് നമ്മുടെ മീര. ഈ സമയത്ത് കേക്ക് ഇങ്ങനെ തുറക്കാൻ പറയണം. അപ്പം മേരി പറയാണ്, ഇത്രയും വലിയ കേക്ക് 1 കിലോയ്ക്ക് മേലെയുണ്ട്, ഞാൻ ഇത്രയും വലിയ കേക്ക് കഴിക്കില്ല. അപ്പോഴേക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും അതിൽ ഐ ലവ് യു മീര എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതുകൊണ്ട് മീര ആകെ സർപ്രൈസായി പോവുകയാണ്. ഈ സമയത്ത് ഈ പയ്യൻ പറയാണ്, ഞാൻ എൻ്റെ സ്നേഹം മീരയോട് തുറന്ന് പറഞ്ഞു, ഇന്നെങ്കിലും മീര നീ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നുള്ളൂ, മീരയുടെ മനസ്സിലുള്ള സ്നേഹം എന്നോട് തുറന്ന് പറയണമെന്ന് പറയാണ്. ഈ സമയത്ത് മീരയ്ക്ക് തോന്നുകയാണ്, ഇത്രയായിട്ട് അവനെ പറ്റിക്കേണ്ട കാര്യമില്ലല്ലോ, തുറന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. അങ്ങനെ മീരയാണെങ്കിലോ കേക്ക് മുറിച്ച് ഈ പയ്യൻ്റെ ഉള്ളിൽ എന്താ പറയുക വായിൽ വെച്ച് കൊടുക്കണം, എനിക്ക് ഇഷ്ടമാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ കേക്ക് രണ്ടാളും കൊടുക്കാൻ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഒരു ഓട്ടം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പയ്യന്മാരെ കണ്ടപ്പോഴേക്കും, നിങ്ങളാണോ ഓട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത്? അതെ, കയറിക്കോളാൻ പറയുകയാണേ. ആ സമയത്ത് സച്ചി വണ്ടി എടുക്കുന്ന സമയത്ത് ഈ പയ്യന്മാരാണെങ്കിൽ ചോദിക്കുകയാണ്, ചേട്ടാ അവിടം വരെ എത്താനായിട്ട് എത്ര സമയം എടുക്കും? 40 മിനിറ്റ് എടുക്കുമെന്ന് പറയുകയാണേ. ഓ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണെങ്കിലോ ഇവന്മാരുടെ ബൈക്കിൽ വെച്ചിട്ടുള്ള ബിയർ എടുക്കണം. ഇത് കാണുന്ന സച്ചി പറയണം, നോക്ക് വണ്ടിയുടെ അകത്തിരുന്ന് കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ പയ്യന്മാർ പറയണം, അത് ശരി, വണ്ടി ഓടിക്കുന്നവർ കുടിക്കാൻ പാടില്ല എന്നുണ്ടല്ലോ, വണ്ടിയുടെ അകത്തിരുന്ന് കുടിക്കാൻ പാടില്ലേ, അങ്ങനെ ഒരു നിയമമൊക്കെ വന്നോ? പെട്ടെന്ന് സച്ചി സൈഡ് ഒതുക്കാൻ കേട്ടോ വണ്ടി. എന്നിട്ട് ഇവന്മാർ പിടിച്ച് വലിച്ചിങ്ങി ഇറക്കുകയാണ്, എൻ്റെ വണ്ടിയുടെ അകത്തിരുന്നിട്ട് കുടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ, പക്ഷേ ഈ കുപ്പി ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് വേണം വരാനെന്ന് പറയാണ്. ഈ സമയത്ത് അവന്മാർ പറയുകയാണ്, അത് അങ്ങനെ ചെയ്യുമോ ഞങ്ങളെ? എങ്കിലേ ഞങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ, ഞങ്ങൾ ആൻ്റണിനെ ഫോൺ ചെയ്യട്ടെ എന്ന് പറയണേ. ഈ സമയം സച്ചി പറയാം, ആൻ്റണിയോ? ആൻ്റണി എന്നുള്ള പേര് എന്ത് ബന്ധം? ആൻ്റണി അറിയാലോ, പലിശക്കാരൻ ആൻ്റണി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പലിശ മേടിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ മേടിച്ചിട്ടില്ല, ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട്. എന്തായാലും അവൻ്റെ അടുത്തേക്കല്ലേ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയുകയാണ്. എന്നിട്ട് സച്ചി ഇവിടേക്ക് വരിക കേട്ടോ. ആ സമയത്ത് ആൻ്റണിയുടെ ഓഫീസ് കാണിക്കുകയാണ്, നമ്മുടെ ശരത്തിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ശരത്താണെങ്കിലോ, എന്തിനാണ് നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന പോലൊന്നും എന്നോട് കാണിക്കാതെ, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് നിങ്ങളോട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. അപ്പോഴേക്കും ആൻ്റണി പറയുകയാണ്, ശരത്തെ ഇവന്മാർ പിടിച്ചുകൊണ്ട് വന്നോ? നിങ്ങൾ എന്തിനാണ് നമ്മുടെ ശരത്തിനെ പിടിച്ചുകൊണ്ട് വന്നത്? ശരത്തിനോടൊന്ന് പറഞ്ഞാൽ പോരെ, അവൻ നമ്മുടെ അടുത്തേക്ക് വരില്ലായിരുന്നോ? ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ശരത്ത് നമ്മുടെ കൂട്ടുകാരനെല്ലാം ചോദിക്കുകയാണ്. ഈ സമയത്ത് ശരത്ത് പറയണേ, എൻ്റെ അടുത്തും ദേഷ്യം കൊണ്ട് നടക്കണ്ട, എനിക്കറിയാം നിങ്ങളുടെ പരിപാടികളൊക്കെ. നീ ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ കീഴിൽ വന്നിട്ട് നീ ജോലി ചെയ്യ്, നിനക്ക് എന്തോരം വേണമെങ്കിലും ഞാൻ തരാം, നിനക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം ഞാൻ തരാമെന്ന് പറയണേ. ഈ സമയത്ത് ശരത്ത് പറയാം, വേണ്ട, എൻ്റെ പരീക്ഷയാണ്, ഞാൻ പോകുന്നു, എനിക്ക് പരീക്ഷ എന്നാലും എനിക്ക് ജോലി കിട്ടുള്ളൂ എന്ന് പറയണേ. ഈ സമയത്ത് ആൻ്റണി പറയണം, ഓ പരീക്ഷ ആണല്ലേ, എൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് എനിക്ക് ഞാൻ പരീക്ഷയോ മുന്നേക്കിട്ടുള്ള മേടിക്കാനുള്ള പൈസയോ എല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറയണേ. പരീക്ഷ എഴുതണം വേണ്ടെന്നുള്ള ഞാനങ്ങ് തീരുമാനിക്കുമെന്ന് പറയാം കേട്ടോ. എന്നോട് വൈരാഗ്യം വയ്ക്കുന്നവർ വക വരുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറയട്ടോ. അതുകൊണ്ട് ശരത്തെ നീ എൻ്റെ കൂടെ അങ്ങ് ചേരും, കഴിഞ്ഞതൊക്കെ നീ അങ്ങ് മറക്ക്, നമുക്ക് കമ്പനിയായിട്ട് പഴയ പോലെ തന്നെ അങ്ങ് പോകാമെന്ന് പറയണേ. ഈ സമയത്ത് ശരത്ത് പറയണം, നീ എന്നെ പേടിപ്പിക്കണം, നിനക്ക് അതിനുള്ള യാതൊരു ഇതുമില്ല, ഇനി നിന്നോട് ഞാൻ ഒരു കാരണവശാലും കമ്പനി കൂടുകയില്ല എന്ന് പറയണേ. അപ്പോഴേക്കും അവിടേക്ക് തന്നെ നമ്മുടെ സച്ചി വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ പയ്യന്മാരെയും കൊണ്ട്. എന്നിട്ട് അവന്മാരോട് പറയുകയാണ്, ദേ ഇതാണ് നിങ്ങൾ അന്വേഷിച്ച ആൻ്റണി സാറിൻ്റെ ഓഫീസ്, നിങ്ങളിങ്ങ് വാ, ഇറങ്ങ്, നിങ്ങൾക്ക് മര്യാദ തരണ്ടേ, ആൻ്റണി സാറിൻ്റെ അടുത്ത ആൾക്കാരല്ലേ, അപ്പം നമുക്ക് നല്ല മര്യാദ കൊടുത്ത് തന്നെ അവർ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടല്ലോ, ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് നമ്മുടെ ആൻ്റണി ആണെങ്കിലോ ശരത്തിനോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ദേ നോക്ക്, നിന്നെ പരീക്ഷ എഴുതാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി കതക് തുറന്നകത്തേക്ക് വരുന്നത്. ശരത്തിനെ കാണുമ്പോൾ സച്ചി പറയും, നീ എന്താ ഇവിടെ? സച്ചിയേട്ടാ ഇവൻ എന്നെ പിടിച്ചോണ്ട് വന്നാണ്. അപ്പോൾ സച്ചി പറയും, ഓ അങ്ങനെയാണോ? അപ്പോൾ രണ്ടവന്മാരുണ്ടല്ലോ, രണ്ടുപേരും എൻ്റെ പൊന്ന ആൻ്റണി, അവരുടെ പേര് പറഞ്ഞപ്പോഴേക്കും ഞാൻ അവരങ്ങ് ഞെട്ടി. ഞങ്ങളോട് മദ്യപിക്കാൻ പാടില്ല എന്ന് കാറിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞതാണ്, ആൻ്റണിയുടെ ആളുകളാന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഞെട്ടി പേടിച്ച് ഇവിടെ കൊണ്ട് വിട്ടതാന്ന് പറയണേ. ഈ സമയത്ത് നമ്മുടെ സച്ചി പറയണേ, പിന്നല്ലാതെ മര്യാദ കാണിക്കണ്ടേ, ആൻ്റണി സാറിനോടുള്ള മര്യാദ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരെയും കൊണ്ട് വന്നതെന്ന് പറയണേ. എന്നിട്ട് ഇവന്മാരെ പിടിച്ച് നല്ല അടി വെച്ച് കൊടുക്കുകയാണ്. ആൻ്റണി ഇവൻ എന്തിനാണ് ഞങ്ങളെ തല്ലുന്നത്? അപ്പോഴേക്കും ആൻ്റണി പറയാം, എൻ്റെ പിള്ളേരെ തല്ലല്ലേടാ. അപ്പോഴേക്കും സച്ചി പറയാം, നോക്ക്, നിൻ്റെ പിള്ളേരെ ഞാൻ മര്യാദയ്ക്കാണ് കൊടുക്കുന്നത്, നീ എന്നോടുള്ള മര്യാദയാണ് ഞാൻ കൊടുത്തത്, ആൻ്റണിയുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്കിട്ടെങ്ങാനും കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കെന്ന് പറയണേ. അപ്പോൾ ഈ സമയം നമ്മുടെ ശരത്തിനോട് പറയണേ, സച്ചി നിന്നോടല്ലേ ഇവനോട് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞത്, പിന്നെ നീ ഇവനോട് കൂട്ടുകൂടുകയാണോന്ന് പറയണേ. അപ്പോഴത്തേക്ക് ശരത്ത് പറയാം, ഇല്ല ചേട്ടാ, ഞാൻ ഇവൻ്റെ കൂട്ടുകൂടാൻ യാതൊരു താല്പര്യമില്ല, ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്താണ് ഇവൻ കൂട്ടുകാരൻ വന്ന് ഇവനെ പിടിച്ചുകൊണ്ട് വന്നത്. എന്നിട്ടിപ്പോൾ അവൻ പറയുന്നത് കേട്ടില്ല, അവൻ്റെ കൂടെ ജോലി ചെയ്യണമെന്നാണ്, അവൻ്റെ അക്കൗണ്ട്സൊക്കെ ഞാൻ നോക്കണം അത്ര, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ ജോലി മേടിച്ചിരിക്കുന്നത്, ഞാൻ ജോലി എനിക്കിഷ്ടമുള്ള ജോലിക്ക് പോകുള്ളൂ എന്ന് പറയും. അപ്പോഴേക്കും സച്ചി പറയാം,
ആ ഇപ്പോഴാണ് നീ ശരിക്കും കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞത്, ഇവന് നീ ജോലിക്ക് വരണം എന്നല്ലേ, ഇവൻ്റെ അസുഖം ഞാൻ തീർത്ത് കൊടുക്കാമെന്ന് പറയുകയാണ്. ഈ സമയത്ത് ശരത്ത് പറയുകയാണ്, സച്ചേട്ടാ എന്നെ ആവശ്യമില്ല, ഇവൻ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ ജോലി പരീക്ഷയ്ക്ക് എഴുതാൻ സമ്മതിക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവൻ ഭീഷണിപ്പെടുത്തി, ഇവൻ ലോകത്തിലെ ഏറ്റവും വലിയ ദാതയല്ലേ, നമുക്ക് കാണാം നീ പരീക്ഷ എഴുതും, ഇവൻ എന്താ ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. ഈ സമയത്ത് ആൻ്റണി പറയണം, നോക്ക് എന്നെ വെല്ലുവിളിച്ച് പോയിട്ട് സമാധാനമായിട്ടിരിക്കാൻ നീ വിചാരിക്കണ്ട, ഞാനിതിനുള്ള പകരം വീട്ടുമെന്ന് പറയണം. അപ്പോഴേക്കും സച്ചി പറയാം, ഒന്ന് പാടാ പോയി പണി നോക്കടാന്ന് പറയണേ, നല്ല അടി ഞാൻ വെച്ചിരുന്നു പറയണം കേട്ടോ. അപ്പോഴേക്കും ആൻ്റണി പറയാം, പഴയതുപോലെ എന്നതിന് തൊടാനൊന്നും പറ്റില്ല, ചുറ്റിലും കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ, അപ്പോഴേക്കും പേടിച്ച് വരച്ച് നിൽക്കട്ടെ ഇവന്മാരൊക്കെ വെച്ചിട്ടുള്ള ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം എന്നും പറഞ്ഞിട്ട് പറയണം. അങ്ങനെ സച്ചിയാണെങ്കിലോ ശരത്തിനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യണം കേട്ടോ. അപ്പോൾ ആ പാചകം ചെയ്യുന്നതൊക്കെ കാണുന്നത് കണ്ടിട്ട് രേവതി ആകെ ഞെട്ടിപ്പോണ്. ശ്രുതി നിങ്ങൾ പാചകം ചെയ്യുന്നോ, എന്താ നിങ്ങൾ പാചകം ചെയ്യുന്ന, എന്ത് പറയാനാണ്, ആൻറ്റീനോട് പറഞ്ഞല്ലോ ഇനി എനിക്കുള്ള ഞാൻ തന്നെ പാചകം ചെയ്യണമെന്ന്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, വേറെ അവസ്ഥയൊന്നും ഇല്ലല്ലോ എന്ന് പറയണേ. ഈ സമയത്ത് അവിടേക്ക് വർഷ വരികയാണ്. വർഷ വന്നിട്ട് ചോദിക്കണം, അല്ല ഇതാരാണ്, ശ്രുതി ചേച്ചിയോ പാചകം ചെയ്യുമോ? ആൻറ്റി ആണെങ്കിൽ ശ്രുതി ചേച്ചിയുടെ കാല് കിച്ചണിൽ കൊല്ലാതെ നോക്കിയത്, ഇപ്പോൾ അതേ നോക്കിയേ വലിയ പൈസക്കാർ മരുമകളെന്ന് പറഞ്ഞിട്ട് തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ അതേ ചോറുണ്ടാക്കുന്ന മരുമകളായില്ലേ, അതിൻ്റെ അടുക്കളക്കാരി ആയല്ലോ എന്ന് പറയണേ. അല്ലെങ്കിൽ സാധാരണയായിട്ട് രവി ചേച്ചിയോടാണല്ലോ ഇതെല്ലാം ചെയ്യാൻ പറയുക, ചേച്ചിയാണെങ്കിൽ കാലും കയറ്റി വെച്ച് ഇരിക്കലാണല്ലോ പതിവ്, ചേച്ചിയും കിട്ടില്ല എട്ടിൻ്റെ പണി, എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യാന്ന് മറ്റു വർഷയും ശ്രുതിയും രേവതിയും കൂടി ചിരിക്കുകയാണ്. ഇത് കാണുന്ന നമ്മുടെ ശ്രുതി പറയാണ്, ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ചിരിയായിട്ടാണല്ലേ തോന്നുന്നത്. അപ്പോൾ വർഷ പറയാം, പിന്നെ ചിരിക്കാതെ, വിധി എന്ന് പറയുമ്പോൾ സാധനം അത് സത്യം തന്നെയാണ്, ആ മണ്ഡപത്തിൽ നിങ്ങളുണ്ടായിരുന്ന സമയത്തെ പിന്നെ ചേച്ചിയുടെ ഫേക്കായിട്ടുള്ള ഇത് കണ്ടില്ലല്ലോ, അത് കറക്റ്റായിട്ട് രവി ചേച്ചിയും ചേട്ടൻ്റെയും കണ്ണിൽ തന്നെ വന്ന് പെട്ടു, അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞില്ലേ, അത് ശരിയാട്ടോ ചേച്ചി, ഈ വിധിയെന്ന് പറഞ്ഞ സാധനത്ത് തടുക്കാൻ പറ്റില്ല കേട്ടോ, ഉപ്പ് നിന്നവനെ വെള്ളം കുടിക്കുന്ന പറഞ്ഞിട്ട് രേവതിയും അതുപോലെ ശ്രുതി നമ്മുടെ എന്താ പറയുക വർഷയും കൂടി ചിരിക്കാൻ കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്.